ഫീൽസ് ലൈക്ക് -8 ആണ്. ആ ദിവസമാണ് ജോലിക്ക് പോണത്. രാവിലെ തന്നെ നല്ല പണിയും കിട്ടിയിട്ടുണ്ട്. വായിന്ന് മുക്കി നോക്കി ഇങ്ങനെ പുക പോണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പണി കിട്ടിയതൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കുന്ന ഒരു കൗതുകത്തിൽ സത്യം പറഞ്ഞ് അങ്ങോട്ട് മറന്നു. എന്നിട്ട് ഞാൻ ആസ്വദിച്ച് നടന്നു. -8 ആണെന്ന് ഷിഫ്റ്റിന് പോയതാ. എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നെ എൻ്റെ സ്കൂളുകാരുടെ മാനേജ്മെൻറ്റിന് ലൊക്കേഷൻ തെറ്റിപ്പോയി. സോ ഞാൻ എത്തിപ്പെടുത്തൊരു റോങ് സ്കൂളിലാണ്. ഇനി തിരിച്ച് വേറെ സ്കൂളിൽ പോകണം. അറൗണ്ട് 1 hour ഇനിയും. അതിൻ്റെ ഇടയ്ക്ക് ½ hour വാക്കും. തണുത്ത് ഏത് നിമിഷം എന്ത് സംഭവിക്കാന്നുള്ളൊരവസ്ഥ. കൊള്ളാം, രസമുണ്ട്. എന്താ അറിയില്ല, ഇവിടെ വന്നതിന് ശേഷം വീടിന് കാണാൻ എനിക്ക് വല്ലാത്തൊരു എനർജിയാണ്. വെറുതെ നടക്കുമ്പോൾ പോലും വീടിൻ്റെ ഒരു ബോഡി കണ്ടാൽ അത് കാണുമ്പോഴേ എനിക്കൊരു സന്തോഷം. ബഡ്ജറ്റ് മൈൻഡ് ഉണരുന്നതായിരിക്കാം ബേബി. രാവിലെ കുറച്ച് അലഞ്ഞെങ്കിൽ എന്താ എത്ര അടിപൊളി വ്യൂ ആണെന്നറിയോ കണ്ണിൽ പെട്ടത്. ഇത് നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത്, ഇതുവഴി ഞാൻ ഇതിന് മുമ്പ് ഒരിക്കൽ പാസ് ചെയ്തിട്ടുണ്ട്, റിച്ച്മണ്ട് പാർക്ക് കാണാൻ പോയപ്പോൾ. അപ്പോൾ ആ തണുപ്പിൻ്റെ കാഠിന്യം മനസ്സിലാകും. പുല്ലിലെല്ലാം ഇങ്ങനെ മഞ്ഞുതുള്ളികൾ വീണ് കട്ടിയായിട്ടിരിക്കുകയാണ്. ഒരു വാട്ടർ ബോഡി ഉണ്ട്, ഒരു ചെറിയ ലേക്ക് പോലെ. അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വിൻ്റർ ആയതുകൊണ്ടായിരിക്കണം ഇതൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു വറ്റിയ നിലല്ല, നിറഞ്ഞൊഴുകണമൊന്നുമില്ല. ഇതിങ്ങനെ കുറേ മുന്നിലേക്ക് പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഞാനത് പണ്ട് ബസ്സിലിരുന്ന് കണ്ടിട്ടുണ്ട്. ഞാനപ്പോൾ ഓർക്കായിരുന്നു, രാവിലെ കുറച്ച് കൂടുതൽ തണുപ്പ് കൊണ്ട് നടന്നെങ്കിൽ എന്താ, നല്ല കുറച്ച് കാഴ്ചകൾ കിട്ടിയല്ലോ. അങ്ങനെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാനന്ന് അമ്പലത്തിൽ പോയി. പോണ വഴിക്ക് രാഹുവിനെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. കുറേ നാളിന് ശേഷം പോയി മുരുകനെ കാണുമ്പോൾ എന്തൊരു സന്തോഷം എന്നറിയോ. എന്നിട്ട് അവിടെ നിന്ന് ഒരു പ്ലേറ്റ് പ്രസാദമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് നമ്മൾ പുറത്ത് റെസ്റ്റോറൻറ്റിലും കൂടെ കയറി വയറ് നിറച്ച് ഫുഡും കഴിച്ചിട്ടാണ് പിരിഞ്ഞത്. സന്തോഷമായി. ഞങ്ങൾ അമ്പലത്തിനടുത്ത് തന്നെ കുറച്ച് കേരള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ വല്ലപ്പോഴും അവിടെ പോയി ഫുഡ് കഴിക്കാറുണ്ട്, കേരള ഫുഡ് കഴിക്കാൻ തോന്നുമ്പോൾ.